നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ട് വന്നൊരു മാസമാകുന്നുള്ളൂ. വിഷയത്തെപ്പറ്റി പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് വിഷയത്തെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. എന്നാലും പൊതുവായിട്ട് നേർച്ചകളും പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടത്തേക്ക് വന്ന സമയത്ത് തന്നെ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ കാണാറുണ്ടെങ്കിലും ഇവിടെ നിന്ന് കൊടി വാങ്ങിയിട്ട് പോകുന്ന ആളുകൾ, പൊട്ടിയിട്ട ചന്ദനക്കുറി തൊട്ട ആളുകളൊക്കെ തന്നെ വന്നിട്ട് ഒരുമിച്ച് അതൊക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ നാട് ഒത്തൊരുമിച്ചാണ് ഈ നേർച്ച നടത്തുന്നത്, അല്ലെങ്കിൽ ഈ ചന്ദനക്കുട നേർച്ച നടത്തുന്നത് എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ ഈ നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ആർക്കും ഒറ്റപ്പെടുത്താനോ സാധ്യമല്ല. മരിച്ച് ഒത്തൊരുമിച്ചും കൂട്ടായുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉത്സവങ്ങളും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പോൾ ഓരോ ദിവസവും പല ഉത്സവങ്ങളാണ്. അതിലൊക്കെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായി ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ അത് നല്ല നിലയിൽ തന്നെ ഒരു വിഷയമില്ലാതെ, ഒരു ക്രമസമാധാന പ്രശ്നമില്ലാതെ വളരെ ഭംഗിയായ രീതിയിൽ നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുന്ന ഉത്സവങ്ങളൊക്കെ തന്നെ അതിൻ്റേതായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നൽകുന്ന ആ നിർദ്ദേശങ്ങളും കമ്മിറ്റി ഭാരവാഹികളുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചും കൊണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും വരുന്ന ജനങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചും കൊണ്ട് സ്വയം നിയന്ത്രിതരായും കൊണ്ട് തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും വളരെയധികം വരവുകൾ ഈ നേർച്ചയിലും വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. രാത്രിയിൽ തുടങ്ങി വെളുപ്പിന് വരെയുള്ള വരവുകൾ ഉണ്ടായിരിക്കും. പല ഭാഗത്തു നിന്ന്, മുള്ളൂർകര തൊട്ടുള്ള ഭാഗത്തു നിന്ന് വളരെ ദൂരം കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് എത്തുന്നത്. നേർച്ചയിൽ പങ്കെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്, വരവുകളുടെ ആളുകളൊക്കെ തന്നെ. അപ്പോൾ അത് പറയാനുള്ളത്, നിങ്ങളൊക്കെ തന്നെ കാലങ്ങളായിട്ട് ഈ നേർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ പുതുമുഖങ്ങളാണ്. നേർച്ച നടത്താൻ ഞങ്ങളെക്കാളൊക്കെ ആയിട്ട് പ്രാപ്തിയും പരിചയമുള്ള ആളുകൾ നിങ്ങളൊക്കെ തന്നെയാണ്. ഓരോ കാര്യം എങ്ങനെ വരണം, എപ്പോൾ നേർച്ച അകത്തേക്ക് കയറണം, എങ്ങനെ പിരിഞ്ഞു പോകണം, ആന എവിടെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളെക്കാൾ അല്ലെങ്കിൽ കമ്മിറ്റിയേക്കാൾ കൂടുതലായിട്ട് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരും തന്നെയാണ്. അവരവർ സ്വയം ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇന്നലെ വരെ നടന്ന നേർച്ചകളൊക്കെ തന്നെ അല്ലെങ്കിൽ പൂരങ്ങളൊക്കെ തന്നെ കമ്മിറ്റിക്കാരും അതിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ നിയന്ത്രിച്ചത്. പോലീസിനകത്ത് നേർച്ചക്കകത്തോ പൂരത്തിനകത്തോ ഞങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. മറിച്ച് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഭാഗം. നേർച്ച നടത്തുക എന്നുള്ളത് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കാൾ ഉപരിയായിട്ട് ഇതിലെ ഓരോ അംഗത്തിൻ്റെയും ഉത്തരവാദിത്വമാണ്. ഈ നേർച്ച കമ്മിറ്റിയുടെയും വരവുകാരുടെയും ഒക്കെ തന്നെ ഉത്തരവാദിത്വം എന്നാണ് കരുതുന്നത്. വരവ് കമ്മിറ്റികൾക്കൊക്കെ തന്നെ അതിൻ്റെ ഭാരവാഹികളുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ തന്നെ സെക്രട്ടറി, പ്രസിഡന്റ്, രണ്ടാളുകളുടെയൊക്കെ പേരും ഡീറ്റെയിൽസൊക്കെ പോലീസിന് നൽകാറുണ്ടായിരുന്നു. ഈ വർഷം ഒരു മാറ്റം കൂടെ പറഞ്ഞിട്ട് മിനിമം ഒരു കമ്മിറ്റിയിൽ നിന്ന്, ഒരു വരവ് കമ്മിറ്റിയിൽ നിന്ന് 5 പേരുടെയെങ്കിലും ലിസ്റ്റും ആ കാര്യങ്ങളും പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ 1 or 2 പേര് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ വിളിച്ചാലോ കിട്ടാത്തൊരു സാഹചര്യം എന്തെങ്കിലും കാര്യത്തിൽ വിളിച്ചാൽ ഒരു 5 പേരുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്വ ബോധമുള്ള, ഒരു കരയിൽ നിന്ന് വരുമ്പോൾ, ഒരു ദേശത്ത് നിന്ന് വരുമ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കാര്യബോധമുള്ള ഒരാളുകൾ. വരവിനകത്ത് എല്ലാ ആളുകളും ഉണ്ടാവും. ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു കൂട്ടം ആളുകൾ 100, 500, 1000 ആളുകൾ വരുമ്പോൾ അതിനകത്ത് നിന്ന് നീ ഇതിനകത്ത് വരാൻ പാടില്ല, നീ ഇതിനകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരുത്തരെയും മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മൾ നേർച്ചയാണ്, വരവാണ്, ഉത്സവമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണ്. അതിന് നിയന്ത്രിച്ച് നിർത്തേണ്ട ഒന്നല്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാട്ടിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് പരീക്ഷകളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. SLCയുടെ മോഡൽ പരീക്ഷ നാളെ തുടങ്ങുകയാണ്. ഹയർ സെക്കൻഡറിയുടെ മോഡൽ പരീക്ഷ തുടങ്ങുകയാണ്. പഠിച്ച് വീട്ടിലിരുന്ന് ഉറക്കളച്ച് പഠിക്കുന്ന കുറേ കുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെയൊക്കെ തന്നെ മക്കളുമുണ്ട്. അവരുടെയൊക്കെ തന്നെ പഠനത്തിന് ഭംഗം വരുത്താത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാവാത്ത രീതിയിൽ നേർച്ച നടത്തിക്കൊണ്ടുപോലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പഠനവും നടക്കണം, സമാധാനം ഉണ്ടാവണം, നേർച്ചയും നടക്കണം, സന്തോഷം ഉണ്ടാവണം, ആഹ്ലാദം ഉണ്ടാവണം, നമ്മൾ ഒത്തൊരുമിക്കണം. ഇതോടൊപ്പം തന്നെ അതിനുള്ള ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമാണ്. ഓരോ കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തമാണ്. ദൂരെ നിന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള മേളകളും കൊട്ടുകളും ഒക്കെ തന്നെ. കൊട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം. കൊട്ടിൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെ നിയന്ത്രിക്കുക, എത്രത്തോളം വേണം, എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓരോ കമ്മിറ്റി ഭാരവാഹികൾ ഇതാക്കിയും കൊണ്ട് റോഡിൽ വരുമ്പോൾ അത്യാവശ്യ സർവീസുകൾ ഡൈവേഴ്സിന് വേണ്ടിയിട്ട്
അത് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഓരോ ഏരിയയിലും പ്രധാനമായിട്ടും വരുന്നത് ഈ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കമ്മിറ്റിക്കാർ എല്ലായിടത്തും ചെന്നാൽ ഉണ്ടാവാറുള്ളത്. ട്രാഫിക് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ. പ്രാവശ്യം നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഇളനാട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ്റെ പറഞ്ഞു, അവിടെ നിന്ന് അങ്ങോട്ട് ഡൈവേർട്ട് എന്ന രീതിയിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് കയറുന്ന മേപ്പാടം ഭാഗം, ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നായിട്ട് പ്രധാനപ്പെട്ട വലിയ വണ്ടികളൊക്കെ തന്നെ ഡൈവേർട്ട് ചെയ്യാനുള്ള രീതി നേരത്തെ തന്നെ തുടങ്ങുന്നുണ്ട്. പിന്നെ ചെറുവണ്ടികളൊക്കെ തന്നെ അതിനിടയ്ക്ക് പാർക്കിംഗ് ഏരിയയിലും അതിലൊക്കെ തന്നെ പോലീസിനോടൊപ്പം തന്നെ വളണ്ടിയേഴ്സ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാ സ്ഥലത്തും പോലീസിൻ്റെ പ്രസൻസ് ഒരാളെങ്കിൽ മിനിമം കാണും. അതോടൊപ്പം തന്നെ നിങ്ങളെ വളണ്ടിയേഴ്സും കൂടെ കൂടിയിട്ടുള്ള ഒരു സംവിധാനം. വളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഒരു ദിവസം നേർച്ചയ്ക്ക് മുമ്പായിട്ടൊന്ന് വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് SHOയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം വളണ്ടിയേഴ്സ് ആകുമ്പോൾ ആളുകളുമായിട്ട് നേരിട്ട് ഇടപെടുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരനെ പോലെ ഇടപെടാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ചില പ്രത്യേക നിർദ്ദേശങ്ങൾ, ഈ വരുന്ന കൊട്ടുകളൊക്കെ തന്നെ ഈ നാസിക് ഡോളൊക്കെ പ്രത്യേകിച്ച് കൊണ്ടുവരാം, കൂടുതലും അതുണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, നിൽക്കുന്ന ആളുകൾക്ക് മാത്രമല്ല അടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് വരെ ശല്യം ഉണ്ടാക്കുന്ന രീതിയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു നേർച്ചയെടുത്ത് പോകുന്ന സമയത്ത് അവിടുന്ന് വീട്ടുകാർ വിളിക്കുന്നുണ്ട്, സൗണ്ടാണ്, നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഒന്ന് പോയി ചലിച്ചും കൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് സഹിച്ചാൽ മതി. കുറേ സമയം ഒരു സ്ഥലത്ത് നിന്ന് നിന്നുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഈ നാസിക്കുകൾ കൊട്ടുമ്പോൾ അതിൻ്റെ പരിസരത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും, സാധാരണക്കാരാണ്. അവരുടെ വിഷമം കൂടെ നമ്മളൊന്ന് ഉൾക്കൊള്ളുക. അതിനനുസരിച്ച് ഒരു നിശ്ചയ സമയത്തിനപ്പുറം നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പല ഭാഗത്തു നിന്ന് വരുമ്പോൾ, ദൂരെ നിന്ന് വരുമ്പോൾ ഒരു വരവേ കാണുള്ളൂ. കുറച്ച് ജംഗ്ഷനിലെത്തേക്ക് 2, 3 ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് പല വരവുകളും കാണും. ഓരോരുത്തരുടെ കൂടെ തന്നെ 2, 3, 4 ആനകളൊക്കെ തന്നെ കാണും. ഇവിടെ വരുന്ന ആനകൾക്ക് ഒന്നിച്ചുള്ള ഒരു എഴുന്നള്ളിപ്പില്ല എങ്കിലും വരുന്ന ആനകളും അതേപോലെ തന്നെ ഗ്രൂപ്പുകളും കയറി ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണെങ്കിലും പലപ്പോഴും അതിൻ്റെയൊക്കെ തന്നെ പേരിൽ പല സ്ഥലങ്ങളിലും സംഘടിക്കാനും ഞങ്ങളുടെ ആന മുന്നിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ജംഗ്ഷനിലൊക്കെ തന്നെ ഉണ്ട്. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാര്യവും സമ്മതിക്കില്ല. ആദ്യം വരുന്ന പാർട്ടി ആരാണോ അവർ ഇറങ്ങി പോകുന്നു എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ജംഗ്ഷനിൽ അതിൽ കൂടുതൽ ഒരു വരവ് ഒരു ജംഗ്ഷനിലുണ്ടെങ്കിൽ അടുത്ത വരവ് വരുന്നോട് കൂടിയിട്ട് അവിടെ നിന്ന് മൂവ് ആവുക. ഒന്നിച്ച് നിന്നുകൊണ്ട് രണ്ട് വരവുകാർ അവിടെ കൂടിയിരുന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. വരുന്നവർക്ക് അറിയാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പ്രതിനിധികളുടെയൊക്കെ ഒരു 5 പേരുടെ ഒരു ലിസ്റ്റ് തരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അവരുമായിട്ട് വേണമെങ്കിൽ ഒരു ഓൺലൈനായിട്ട് എങ്ങനെയെങ്കിലും ഒരു ഇടയ്ക്കൊരു മാത്രം ഉള്ളൊരു മീറ്റിംഗ് എന്തെങ്കിലും നടത്താൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ജംഗ്ഷനുകളിലാണ് ഒരുമിച്ച് കൂടുക. അതിനകത്ത് പലതും കാണും. ചിലപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ പലതിനകത്തും പല വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആരാണോ വരുന്നത് അവരതിന് സമാധാനം പറയേണ്ടി വരും. യാതൊരു സംശയമില്ല, ആ കാര്യത്തിലില്ല എന്നത് കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സമാധാനപരമായിട്ട് നടത്തേണ്ടത്. സന്തോഷം വേണം, ആഹ്ലാദം വേണം. അതിനകത്തൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിക്കൊണ്ട് ആ ഒരു ഇതിന് കോട്ടം തട്ടാത്ത രീതിയിൽ, നേർച്ചക്കൊരു ഇത് തട്ടാത്ത രീതിയിൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉത്സവമാണെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ചില ഉത്സവങ്ങളാണെങ്കിൽ ഞങ്ങൾ പറയും അവിടെ അത് അലമ്പാണ്, അല്ലെങ്കിൽ നല്ലതാണ്, നല്ല സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ നടത്തുന്നതാണ് എന്നുള്ളത് ചില ഇതിനെപ്പറ്റിയൊക്കെ തന്നെ ആഘോഷങ്ങളൊക്കെ പറ്റിയൊക്കെ തന്നെ പറയാറുണ്ട്. ഈ നേർച്ചയെ പറ്റി തന്നെ പറഞ്ഞു കേട്ട് നല്ല രീതിയിലുള്ളൊരു നല്ല അഭിപ്രായമാണ് പൊതുവെയുള്ളത്. അതിനൊരിക്കലും അത് ചീത്തയാക്കാൻ, കളങ്കപ്പെടുത്താൻ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ വിചാരിച്ചാൽ മതി. അത് ഒരിക്കലും ഉണ്ടാവരുത്. ഇതിൻ്റെ ഒരു സൽപ്പേര്, ഇതിനൊരു പുണ്യമുണ്ട്, ഒരു പവിത്രതയുണ്ട്. അത് നമ്മളായിട്ട് നശിപ്പിക്കരുത്. നമ്മുടെ ഇതോട് കൂടിയിട്ട് ആ ഒരു നല്ല രീതിയിൽ അതിന് നടത്താം. പിന്നെ അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആനയും എഴുന്നള്ളിപ്പും ചെണ്ടമേളങ്ങളൊക്കെ മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം നേർച്ചയ്ക്ക് മുമ്പേ തുടങ്ങുന്നൊരു ആഘോഷമുണ്ട്, സോഷ്യൽ മീഡിയ വഴിയുള്ള ആഘോഷങ്ങൾ. സോഷ്യൽ മീഡിയ വഴിയാണ് പിന്നീട് ഓരോരുത്തരും അവരവരുടേതായ മേഖലയിലേക്ക് അവരവരുടെ കാര്യങ്ങൾ എഴുതി വിടുന്നതും പ്രചരിപ്പിക്കുന്നതൊക്കെ തന്നെ. എന്തെങ്കിലും തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ ഒക്കെ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ അതിനെതിരെയും ശക്തമായിട്ട് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ആ ഗ്രൂപ്പും ആ ഗ്രൂപ്പ് അഡ്മിനും ഒക്കെ തന്നെ സമാധാനം പറയേണ്ടി വരും. അതും കൂടെ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് തോന്നും ഇതാരും കാണുന്നില്ല, ഞാനങ്ങ് എഴുതി വിട്ടാൽ മതി, എഴുതിയത് ആരെന്നോ ഷെയർ ചെയ്ത് ആരെന്നോ ഒന്നും അറിയില്ല എന്നുള്ളത്. പല ഉത്സവങ്ങളും കാണുന്നത് ചില ആനയുടെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലൊക്കെ തന്നെ പലതരത്തിലുള്ള എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള, 2 വരവുകാർ തമ്മിലുള്ള വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ. അതൊന്നും തന്നെ ആരും അത് ഒറിജിനേറ്റ് ചെയ്യാനും ശ്രമിക്കേണ്ട, ഷെയർ ചെയ്യാനും ശ്രമിക്കേണ്ട. ഒരു രീതിയിലും അതങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കേണ്ട. അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ് ഭാരവാഹികളുണ്ടാവും. അവർ പറയും ഇത് വേണ്ട, ഇത് ശരിയല്ല, ഇതൊരു നേർച്ചയുടെ ഭാഗമായിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേണ്ട, മറ്റ് സംഭവങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യത്തിൽ അവരെ നിരുത്സാഹപ്പെടുത്തുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പോലീസിൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള കാര്യം കൂടെ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൊതുവായിട്ടുള്ള സമയക്രമത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ കാര്യത്തിൽ ചൊല്ലിയാണ് ഉണ്ടാവാറുള്ളത്. ഞങ്ങളാണ് ആദ്യം അല്ലെങ്കിൽ ഞങ്ങൾ അവസാനം എന്ന് പറഞ്ഞുകൊണ്ട്
ഇവിടുത്തെ ലിസ്റ്റ് എത്ര വരവുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആകുന്നേ ഉള്ളൂ. ആയി കഴിഞ്ഞാൽ ലിസ്റ്റ് കിട്ടും. അതിനനുസരിച്ച് ഒന്നും കൂടെ കമ്മിറ്റിയായിട്ട് കൂടിയിരുന്നും കൊണ്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സമയം ഓരോരുത്തർക്കും നൽകുന്നതാണ്, ഓരോ വരവുകാർക്കും. ഇതിനകത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു വരവും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, അല്ലെ? രജിസ്റ്റർ ചെയ്ത കമ്മിറ്റി മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതും കൂടെ പോലീസും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ വരുന്ന സമയത്തിനനുസരിച്ച് ദൂരത്തിനനുസരിച്ചൊക്കെ എത്തിപ്പെടുന്നതിനനുസരിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ടൈമിങ് നിങ്ങൾക്ക് തരും. ആ ടൈമിങ് അത് പൂർത്തീകരിക്കുക. അതിനനുസരിച്ച് തന്നെ ഇവിടെ ഇതിലേക്ക് ജാറത്തിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ആ വരുന്ന വരവുകാരുടെ ഉത്തരവാദിത്വം. കാരണം ഇവിടെ നിൽക്കുന്ന കമ്മിറ്റിക്കോ ഇവിടെ നിൽക്കുന്ന പോലീസിനോ ദൂരെ നിന്ന് വരുന്നൊരു കമ്മിറ്റിയെ വലിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, ഒരു വരവിനെ വലിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അത് ഇങ്ങോട്ട് വന്ന് ഇവിടത്തെ സമയത്തേക്ക് കയറണം, എത്തണം എന്നുള്ള ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി എത്തിക്കേണ്ടത് അതിനകത്തുള്ള ഓരോ വരവിനകത്തുള്ള അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്തമാണ്. സമയത്ത് 10 മണി സമയം എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ ഇതിനകത്ത് കയറാൻ നോക്കുക. എന്തെങ്കിലും നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ജംഗ്ഷനിൽ വന്ന് ഒന്നിച്ചു മുട്ടുന്ന അതല്ല ഉണ്ടാവേണ്ടത്. സഹകരണമാണ് വേണ്ടത്. നമുക്കിത് വിജയിപ്പിക്കുകയാണ് വേണ്ടത്. കമ്മിറ്റിയോട് സഹകരിക്കുക, പോലീസിനോട് സഹകരിക്കുക, മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സഹകരിക്കുക, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റോടൊക്കെ തന്നെ സഹകരിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനം അറിയിക്കുന്നതാണ്. അതിനനുസരിച്ച് തന്നെ എല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യസമയത്ത് തന്നെ അതാവാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ റോഡിൽ വരുമ്പോൾ ദീർഘദൂരം 4-5 കിലോമീറ്റർ റോഡിൽ വരുമ്പോൾ എങ്ങനെ ട്രാഫിക് ഡൈവേർഷനും വണ്ടികൾ ബ്ലോക്ക് ചെയ്താൽ തന്നെ ഇടയ്ക്കൊക്കെ കയറി വരുന്ന വണ്ടികളുണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം യാത്രയാണ് വലുത്. അവർ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേർച്ചയോ പൂരമോ അല്ല അവർക്ക് വലുത്. അവർക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തിപ്പെടണം. ഇവിടുത്തെ നേർച്ചകളിലും പൂരങ്ങളിലൊക്കെ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറുതുരുത്തി പോയപ്പോൾ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ കുറച്ച് പേര് നിൽക്കുന്നു, പിറകിൽ കുറച്ച് പേര് നിന്നുകൊണ്ട് ഇരു സൈഡിലേക്കും ട്രാഫിക് ബ്ലോക്കാകാത്ത രീതിയിൽ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് വിടുന്ന നല്ല ഒരു സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെ എല്ലാവരുടെയും ഇതിൻ്റെ കൂടെയും പോലീസോ മറ്റുള്ള ആളുകളും ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾ തന്നെ ആദ്യം ഏറ്റെടുത്തും കൊണ്ട് വരുന്ന, ഞാൻ പറഞ്ഞല്ലോ, വരവിനകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ ഉത്സവമാണ്, നേർച്ചയാണ്, സ്വല്പം മദ്യപിച്ചവരൊക്കെ ഉണ്ടായിരിക്കും. അത് ആ വഴിയിലേ വിടാം. പക്ഷേ അവരെ പൊതുവായിട്ടുള്ള കാര്യങ്ങളോ നിയന്ത്രണങ്ങളോ ഏറ്റെടുക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഉത്സവത്തിൻ്റെ കൂടെ അവരെ ആഘോഷിച്ചോട്ടെ. അപ്പോൾ കണ്ടല്ലോ, നമ്മളറിയാം, ഇന്നലെ നമ്മൾ കണ്ടല്ലോ, ഇന്നൊക്കെ നമ്മളൊക്കെ കണ്ടതാണോ, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് MDMA-യുമായിട്ട് ഇന്നലെ പിടിച്ചത് നമ്മൾ തന്നെയാണ്. അപ്പോൾ പിന്നെ സാധാരണക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ആളോട് നമ്മളൊന്നും വിലയിരുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നിങ്ങൾ നിയന്ത്രിക്കുക. എല്ലാവരും ഒരേപോലെ ആവരുത്, നിയന്ത്രിക്കുക. കുറച്ച് കാര്യപ്രാപ്തിയുള്ള ആളുകൾ ട്രാഫിക് ആയി കഴിഞ്ഞാലും ആളുകൾ പോകുന്ന കാൽനട യാത്രക്കാരുടെ വിഷയങ്ങളായി കഴിഞ്ഞാലും ഒക്കെ തന്നെ അത് ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിയന്ത്രിച്ചും കൊണ്ട് പോകുന്ന വാഹനത്തിലുള്ള ആളുകൾ ചിലപ്പോൾ പല സ്വഭാവക്കാരുണ്ടായിരിക്കും. വളരെ മാന്യമായിട്ട് അവരോട് പെരുമാറിക്കഴിഞ്ഞ് അവർ ഞങ്ങൾക്ക് പോകണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ തിരിച്ചടിക്കാതെ സൗമ്യമായിട്ട് സന്തോഷത്തോടു കൂടി അവരെ ക്ഷമയോടുകൂടി കേട്ട് അവരെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അതാണ് പലപ്പോഴും ഈ വാഹനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ഈ റോഡിലൊക്കെ ചിലപ്പോൾ അസ്വരസ്യം ഉണ്ടാവാണ്ട് അത് ഒഴിവാക്കാനും നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അതിന് നിങ്ങൾക്കുണ്ടാവണം. അങ്ങനെയാണ് ഇവിടെ നടന്നു പോകുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇതിൻ്റെ കാര്യത്തിലും നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിരവധി ആളുകൾ വരും, ഉത്സവമാണ്. അതുകൊണ്ട് കമ്മിറ്റി ഭാരവാഹികളും ഞങ്ങളും ഒക്കെ തന്നെ പരമാവധി കഴിഞ്ഞ വർഷത്തെ ടീമിൽ നിന്ന് മാറിയിട്ട് SHOയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നത് പ്രത്യേകം നോക്കി മനസ്സിലാക്കിയിട്ട് അതും കൂടെ നോക്കി മനസ്സിലാക്കുക. പിന്നെ അതോടൊപ്പം തന്നെ എനിക്കറിയില്ല ഇവിടെ CCTVയുടെ സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കമ്മിറ്റി ഭാരവാഹികൾ ആ കാര്യവുമായിട്ടൊന്ന് സഹകരിച്ചപ്പോൾ എല്ലായിടത്തും അതാണ് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ നിരവധി ആളുകൾ വരും. ആണുങ്ങൾ മാത്രമല്ല, അവരുടെ സുരക്ഷിതത്വം കൂടി നമ്മുടെ ഉത്തരവാദിത്തം. നമ്മുടെയൊക്കെ സഹോദരിമാർ പെങ്ങന്മാരൊക്കെ വന്ന് നിൽക്കുന്നൊരു സ്ഥലത്ത് ഓരോരുത്തരും അവരെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ സ്വയം ആളുകൾ നിയന്ത്രിതാവരണം എന്നുണ്ടെങ്കിൽ ചില സംവിധാനങ്ങളൊക്കെ വേണം. അതിനുള്ള ഒന്നാണ് CCTV എന്ന് പറയുന്നത്. പല ഉത്സവങ്ങളുടെ ഭാഗത്തൊക്കെ തന്നെ പ്രത്യേകമായിട്ട് ഒരു ദിവസത്തേക്കൊക്കെ ഈ സംവിധാനം ഏർപ്പാടാക്കാറുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സംവിധാനവും കൂടെ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ഒന്ന് ആലോചിച്ചാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ഈ പോക്കറ്റടിയോ സ്നാച്ചിങ്ങോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ഇതിൻ്റെ പ്രസൻസൊക്കെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് കമ്മിറ്റി ഭാരവാഹികൾ അതും കൂടെ ഒന്ന് ആലോചിക്കണം. ഏതായി കഴിഞ്ഞാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ നേർച്ച ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സെക്യൂരിറ്റി ഭാഗത്തുനിന്ന് സഹകരണവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന പ്രതീക്ഷയും കൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്.